ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം ഈസി ആയിരുന്നു എല്ലാവർക്കും? നല്ലതുപോലെ എഴുതിയില്ലേ? യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കണ്ടാലോ? അതിനു മുൻപ് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ മാർച്ചിൽ എക്സാം ഉള്ള കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ എല്ലാ വർഷത്തെയും പോലെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെക്കേഷൻ ക്ലാസ്സുകൾ ഏപ്രിൽ 2-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ ആരംഭിക്കുന്നു. അതിന്റെ ക്ലാസ് ഡീറ്റെയിൽസ് ഒക്കെ മാർച്ച് 15 മുതൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 5 ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ എക്സാമിന് ഇന്റഗ്രേഷൻ ഡേ 1-ൽ നോക്കിയായിരുന്നു. 6-ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പ്സ് ആക്കുക. ഇവിടെ ഋതിക, മിനിക്കുട്ടി, രാജി ഇവർ 3 പേരുണ്ട്. പുതുവത്സര ആഘോഷമാണ്. അപ്പോൾ എന്ത് ചെയ്യാണ് അവർ? ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാണ്, സ്കൂളൊക്കെ ഒരുക്കുകയാണ്. ഋതികയുടെ കയ്യിൽ 20 ഫ്ലവേഴ്സ് ഉണ്ട്. 20 ഫ്ലവേഴ്സിനെ ലെഫ്റ്റും റൈറ്റും വലതുവശത്തും ഇടതുവശത്തുമായിട്ട് 20 ഫ്ലവേഴ്സിനെ ക്രമീകരിക്കാൻ പറഞ്ഞു. 20 റിബൺ മിനിക്കുട്ടിയുടെ കയ്യിലുണ്ട്. 20 ബലൂൺ രാജിയുടെ കയ്യിലുണ്ട്. അവരോട് ഇതിനെ 20 എണ്ണത്തെ 2 വശത്തായി ക്രമീകരിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ 20-നെ എങ്ങനെയെല്ലാം ക്രമീകരിക്കാം? എല്ലാവരും ആൻസർ ചെയ്തായിരുന്നോ? ചെയ്തിരുന്നല്ലോ. 20-നെ നമുക്ക് എങ്ങനെയെല്ലാം തിരിക്കാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് തിരിക്കാം. ഓരോരുത്തരും ഓരോ ആൻസർ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എല്ലാവരും എന്തായാലും 10 എന്ന ആൻസർ എഴുതിയിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. 10 20 ആയി, 20 ആയി. അതുപോലെ 15 5 ഇത് എഴുതിയാലും 20 ആയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ എഴുതാട്ടോ. വേറെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ് രാജി. 12 വെച്ച് എഴുതിയാലോ? 12 എഴുതിയാൽ ഇവിടെ 8. ഓക്കെ. അപ്പോൾ 20-നെ ഗ്രൂപ്പാക്കി എഴുതുക എന്നുള്ളതായിരുന്നു ഈ ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ ഫ്ലവേഴ്സ്. ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് വെയർ ഗിവൻ ടു മീനു. അപ്പോൾ 18 ഫ്ലവേഴ്സില് അതിന്റെ പകുതി ഫ്ലവേഴ്സ് ആണ് മീനുവിന് നൽകിയത്. അപ്പോൾ മീനുവിന് എത്രയാ കിട്ടിയേ? 18-ന്റെ പകുതി എത്രയാ? 18-ന്റെ ഹാഫ് എത്രയാ? ഹാഫ് ഓഫ് 18 9. 9 + 9 = 18. പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പോൾ 18-ന്റെ ഹാഫ് എത്രയായിരുന്നു? 9. അതായിരുന്നു 6-ാമത്തെ ആക്ടിവിറ്റി. എല്ലാവരും 6-ാമത്തെ ആക്ടിവിറ്റി നല്ലതുപോലെ ചെയ്തുവല്ലോ. 7-ാമത്തെ ആക്ടിവിറ്റി എന്തെല്ലാം പറഞ്ഞിരിക്കാം? ഒരു അനൗൺസ്മെന്റ് കേട്ടു. കഥ പറയുക എന്ന് പറഞ്ഞ് ഹിമ ടീച്ചർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഋതികയുടെ കൂട്ടുകാരി മിനിക്കുട്ടിയും കൂടി കഥ പറഞ്ഞ് നോക്കാനായിട്ട് പോകുമ്പോൾ അച്ഛനെയും അമ്മുമ്മയും കാണുകയാണ്. അമ്മുമ്മയുടെ അടുത്തേക്ക് ഋതികയുടെ കൂട്ടുകാരി മിനിക്കുട്ടിയെയും കൊണ്ട് ഓടിപ്പോയി. എന്നിട്ട് ചോദിച്ചു, ഋതിക ചോദിക്കുകയാണ്, മുത്തശ്ശി ഇത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ഋതിക മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു ഇല്ല. എന്ത് പറഞ്ഞു? ഇല്ല. അപ്പൊ ഋതിക എന്ത് പറഞ്ഞു കാണും? ഇതെന്റെ കൂട്ടുകാരിയാ എന്ന് ഋതിക പറഞ്ഞാണോ അല്ലേ? മുത്തശ്ശി ചോദിച്ചു കാണും, കൂട്ടുകാരിയാണോ? കൂട്ടുകാരിയുടെ പേരെന്താണ്? ഋതിക പറഞ്ഞിട്ടുണ്ടാവും മിനിക്കുട്ടി. മുത്തശ്ശി നിങ്ങൾ എവിടെ പോവുകയാണ്? അപ്പൊ ഋതിക പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കഥ പറയുവാനായിട്ട് പോവുകയാണ്. മുത്തശ്ശി പറയും പോയി വന്നോളൂ. നിങ്ങൾ നിങ്ങളുടേതായ ആശയത്തിൽ ഈ കോൺവെർസേഷൻ, ഈ സംഭാഷണം എഴുതിയല്ലോ. അടുത്ത ചോദ്യം, പ്രവർത്തനം 8. നന്നായി വളരാൻ നാം എന്തൊക്കെ ആഹാരം കഴിക്കണം? നമ്മൾ കഴിക്കേണ്ട ആഹാരത്തിൽ സ്മൈലി, ചിരിക്കുന്ന മുഖം വരയ്ക്കുക. ഓക്കെ. പാൽ നമുക്ക് കഴിക്കാലോ. അപ്പൊ പാലിന് എന്ത് ചെയ്യുക? ഒരു ചിരിക്കുന്ന മുഖം അങ്ങ് വരയ്ക്കുക. ഓക്കെ. ഫ്രൂട്ട്സ് കഴിക്കാലോ. യെസ്. ഫ്രൂട്ട്സിന് ചിരിക്കുന്ന മുഖം വരയ്ക്കുക. ഐസ്ക്രീം നോ. ബർഗർ, ഷവർമ നോ. ഇവിടെ എന്താണ്? വെജിറ്റബിൾസ്. യെസ്. വെജിറ്റബിൾസ് എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കണം. സ്മൈലി വരയ്ക്കുക. ഓക്കെ. ചിരിക്കുന്ന സ്മൈലി വരയ്ക്കാം.
ഇനി താഴോട്ടുള്ള പിക്ചേഴ്സിൽ നോക്കാം. വേറെ എന്താ ഉള്ളത്? അരി, ഗോതമ്പ്, അതുപോലെ മീൻ, മുട്ട. ഇതൊക്കെ നല്ലതല്ലേ, കഴിക്കണ്ടേ? യെസ്. അപ്പോൾ അരി, ഗോതമ്പ്, അതിന് എന്ത് ചെയ്യണം? സ്മൈലി, നല്ല ചിരിക്കുന്ന മുഖം വരയ്ക്കണം. ഇവിടെയോ മുട്ടയും ഇറച്ചിയും മീനൊക്കെ കഴിക്കണം, ചിരിക്കുന്ന മുഖം വരയ്ക്കുക. ഓക്കെ. ഇതിൽ തന്നെയുള്ള അടുത്ത ചോദ്യമാണ്, കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. ബനാന, വാഴപ്പഴം, കൈതച്ചക്ക, ബർഗർ, ആപ്പിൾ, ക്യാരറ്റ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? അതെ, നമുക്കറിയാം ഏതാണ്. ബർഗർ ആണ്, ബർഗർ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തുവല്ലോ. അടുത്ത ചോദ്യമാണ്, കഥ എഴുതാം. അടുത്തത് ഏതാണ്? കഥ എഴുതാം. ഓരോരുത്തർക്കും കഥ പറയാനുള്ള സമയമായി, മത്സരമായി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ദാ മുന്നിൽ കുറച്ച് പിക്ചർ കാർഡുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രമുള്ള കാർഡ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ആ കാർഡിൽ ഏത് ചിത്രമാണോ ഉള്ളത് ആ ചിത്രം ആസ്പദമാക്കി നിങ്ങൾ കഥ പറയണം എന്ന് ടീച്ചർ കുട്ടികളോട് പറഞ്ഞു. അങ്ങനെ ഋതികയ്ക്ക് ഒരു ചിത്രം കിട്ടി. ഋതികയ്ക്ക് കിട്ടിയ ചിത്രം എന്താണ്? ദാ നോക്കിയേ, ഒരു പെൻസിലാണ്. ആ പെൻസിലിന് എന്തുണ്ട്? ചിറകുകളുണ്ട്. ഇപ്പൊ ഋതിക ആ കഥ എങ്ങനെ പറഞ്ഞിട്ടാണ്? നിങ്ങൾക്ക് പെൻസിൽ, ചിറകുള്ള പെൻസിൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് മുകളിലിരുന്ന് യാത്ര ചെയ്യും, കുറേ കാഴ്ചകൾ കാണും. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യുക? ഒരു കഥ എഴുതുക എന്നുള്ളതായിരുന്നു അടുത്ത ആക്ടിവിറ്റി. 9ാമത്തെ ആക്ടിവിറ്റി, കഥ എഴുതാം. പെൻസിലിന് മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു കഥ. അടുത്തതാണ്, അതിനൊരു തലക്കെട്ട്, ഒരു പേരും കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.